about these bad boys? I think he wants one too. You and me get in here. No, I don't want. അങ്ങനെ കേസ് നമ്മുടെ കാർ ഷോക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇപ്പോൾ ഇറങ്ങി. കാണാത്ത വണ്ടികളില്ല, എല്ലാ വണ്ടിയും കണ്ടു. പല രീതിയിൽ പല ടൈപ്പ് വണ്ടികൾ, അതുപോലെ ആളും അതുപോലെ വൈബും. സൗണ്ട് എൻ്റെ പൊന്നെ ചെവി ഇപ്പോൾ ഒരു ചെവിയുടെ അടുത്തൊരു മൂളൊക്കെ വെച്ചാണ് കേസ്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് പുകയും. ഇവിടെ ഇപ്പോൾ ഉണ്ടോ നല്ല ക്രൗഡാണ്. അതിന് വീട്ടിൽ പോകാൻ കണക്കായിരിക്കും കേസ്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ബസ്സൊന്നുമില്ല, ഇവിടെ മൊത്തം എല്ലാം നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ എങ്ങനെയാ നോക്കണേ ഇനി. റോട്ടിലൊരു സ്പൈഡറാണ് നിൽക്കുന്നു. സ്പൈഡറാണ് ഇത്ര ധൈര്യത്തിലോ ഇവിടെ മുത്തി പരിപാടി കഴിഞ്ഞ് പോണവരാണോ? അതെ. Right up. I don't know. You look pretty. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്താ റോഡ് ഫുള്ള് ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാണ്. കണ്ടോ, ടോട്ടൽ ബ്ലോക്ക്. സിറ്റിയിലൊന്നതേ എല്ലാം ചോമ്പൊക്കെ കിടക്കുവാണ്, എന്നെ ഒരു പിടിയില്ല. കാണുന്നതാണ് CN ടവർ. ഇവിടുത്തെ ഒരു വലിയ പരിപാടി, വലിയ സാധനമാണ് ഇത്. ഇതിൻ്റെ അകത്ത് കയറാനും പറ്റും കേസ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ലിഫ്റ്റൊക്കെ ഉണ്ടോ മുന്നോട്ട് പോകാൻ, കയറാൻ പറ്റത്തൊന്നുമില്ല. നടന്ന് ഊപ്പാടുള്ളി ഇതേ കേസ് ഒരു ആന നിൽക്കുന്നു. കണ്ടോ, കൊമ്പൊക്കെ ഉണ്ട്. നടന്ന് ഊപ്പാടുള്ള കേസ്. ഞാനിപ്പോൾ ഡണ്ടസ് പോകാനാണ് നിൽക്കുന്നത്. ഒരു 1.5 കിലോമീറ്റർ ഇനിയുണ്ട് അടുത്ത കേസ്. ബട്ട് വർത്തിച്ചു, സംഗതി പൊളിയായിരുന്നു കേസ്. പൊളി തന്നെ ചെറിയ പൊളി, ആ കിടിലം പൊളിയായിരുന്നു. നല്ല പാട്ട് കേസ്. ഏതൊക്കെ വഴിയാണ് വണ്ടി പോണേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതാണ് ഫുഡ് കഴിക്കാൻ കയറിക്കുന്നത്. എല്ലാവരും ഉണ്ട്. മടുത്ത് ഉപ്പാടിളകി ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെ വീട്ടിലിടണമെന്നൊരു പിടുത്തില്ല കേസ്. ഒരുപാട് എടുത്തിട്ടുണ്ട്. പറ്റുന്ന എല്ലാം തന്നെ ഇടാൻ നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് നമുക്ക് വേണ്ടി ഉണ്ടാക്കാം. ഈ സാധനത്തിൻ്റെ പേരെന്നാ? എന്തോ ചിക്കൻ അതുപോലെ കാണുന്നത് തന്നെ. അപ്പം ഇനി രണ്ടാക്കും കേസ്. ഇത് ചിക്കൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഈ കാണുന്ന സാധനം ഞാൻ തുടങ്ങി കേസ് വാരിപ്പിറക്കി. ഇതൊക്കെ എന്തൊക്കെയാണാവോ? ഈ സവോളയും തക്കാളിയും മാത്രം അറിയാം, ബാക്കിയൊന്നും അറിയത്തില്ല എനിക്ക്. പിന്നെ സൈഡിലൊരു കോള എടുത്തിട്ടുണ്ട്. ഫുഡ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ വാരിനകത്തേക്ക് നിറയ്ക്കുന്നുണ്ട്. കിട്ടി. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് തരാം. ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം ഓർഡർ ചെയ്തത്. എന്തൊക്കെയോ വാരി കൂട്ടിയിട്ട് വെട്ടി പറഞ്ഞ് തന്നിട്ടുണ്ട് കേസ്. എൻ്റെ അന്ന് വലിയ വീഡിയോ ഒന്നുമില്ല. എന്തോ പുളിയൊക്കെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇതുവരെ നമ്മൾ ഡണ്ടസെത്തില്ല. ഇനിയുണ്ട് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററും കൂടെ. ഒരുപാടുണ്ട് ഈ നടക്കാൻ. ഇത് പക്ഷെ നടന്ന് എവിടെ നോക്കിയാലും നമുക്ക് ഒരേപോലെ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ സീൻ. പിന്നെ ഫുഡ് പറയണത്തെ വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഷെയറിട്ടാണ് കേസ് വാങ്ങിച്ചത്. അപ്പോൾ വയറൊക്കെ പറഞ്ഞു, സീനില്ല. ഇനി ഡണ്ടസ് പോയി ഒന്ന് കറങ്ങിയിട്ട് നേരത്തെ ചീടോട്ട് വേണം. കാണുന്ന സ്ഥലമാണ് ഡണ്ടസ് സ്ക്വയർ. ഞങ്ങളിവിടെ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ നടന്നു. കാണുന്നത് ഡണ്ടസ് സ്ക്വയർ.
തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ബസ് കയറണമെങ്കിൽ നമ്മൾ ഇത്ര നടന്ന ദൂരം അത്ര തിരിച്ചു ചെല്ലണം. ഞങ്ങൾ ഇവിടുന്ന് സബ്വേ കയറി വന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് വന്ന പോലെ തന്നെ പോകാനുള്ള പ്ലാനാണ്. വണ്ടിയൊന്നും ഈ ടൈമിലില്ല. അപ്പോൾ എങ്ങനെയാണ് ചെന്ന് നോക്കണം. പിന്നെ ഇപ്പോൾ ട്രാഫിക്ക് കുറഞ്ഞു, തിരക്കൊക്കെ കുറഞ്ഞു, ആ ഒരു തള്ളിക്കയറ്റമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി പോണ വയ്ക്കണം. നമുക്ക് പോണ സബ്വേ വന്നു. ജസ്റ്റ് മിസ് കേസ് ഇപ്പോൾ കൈയടിച്ചവിടെ കിടന്നേനെ. അപ്പോൾ നമ്മൾ ഒരു സബ്വേ കയറി ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അടുത്ത സബ്വേ കയറണം. അപ്പോൾ അത് കയറാൻ പോകണം. മെട്രോ കിട്ടി. ഇനി വീട്ടിലോട്ട് പോവാണ്. രണ്ടാമത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി മെട്രോ എടുത്തിട്ട് ബസ്സും കൂടെ എടുക്കണം. ഏതായാലും നല്ലൊരു ഡേ ആയിരുന്നു. കുറേ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇനി വീട്ടിലെപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ഫോണിലാണ് ഈ ചാർജും തീരാറായി. അപ്പോൾ ബൈ ഗൈസ്. ഇപ്പോൾ നമുക്കിനി വേറെ വീഡിയോ കാണാം.